എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദയാസുജിത്തിൻ്റെ വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ബാക്കി പത്രങ്ങളെക്കുറിച്ചിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കയറി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ ത്രെഡ്സ്, ഇതിനകത്ത് എവിടെ കയറി സ്വൈപ്പ് ചെയ്താലും എവിടെ ഡ്രസ്സ് ശരിയല്ല, എവിടെ എന്നും പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോസ് അങ്ങനെ. നീ ആരടി അവിടെ ഡ്രസ്സിനെ പറയാൻ, നിനക്കെന്തൊരു യോഗ്യത ഉണ്ടടി എന്ന് ചോദിച്ചുകൊണ്ട് കുറേ വീഡിയോ ഇവിടെ നിന്ന് അങ്ങോട്ട്. അതായത് മൊത്തത്തിൽ ചീത്തവിളിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ആദ്യമേ പറയാം. ഒന്ന്, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ആ ബെല്ലൈക്കൺ അവിടെ എങ്ങാനും കിടപ്പുണ്ടെങ്കിൽ നിങ്ങളത് അടിച്ചിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് അടിച്ചു വെച്ചേക്കുക. രണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നടവേ 18 വയസ്സിന് താഴെയുള്ളൊരു ഇപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോ, ഈ ഒരു വിഷയത്തെ താല്പര്യമില്ലാത്തവരും സ്കിപ്പ് ചെയ്തോ. ഇതൊരുമാതിരി എൻ്റെ ദൈവമേ ബീപ്പിട്ട് മരിക്കും അങ്ങനത്തെ ഒരു സാധനമാണത്. അതുകൊണ്ട് ഈ ഒത്തിരി ക്ലിപ്പൊന്നും എടുത്തൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ബേസിക്കലി രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ഒരാളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ. ഒന്ന്, വളരെ പ്രോഗ്രസീവ് ചിന്താഗതിയിലുള്ള ആളുകൾ. ഈ പ്രോഗ്രസീവ് ചിന്താഗതിയിലുള്ള ആളുകൾക്ക് ഇച്ചിരി ഹോട്ട് ആൻഡ് സെക്സി ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗ്ലാമറസ് ആയിട്ടുണ്ട്, സെസ്കി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ വിടും. രണ്ടാമത്തത്, അധികം പ്രോഗ്രസീവ് ചിന്താഗതി അല്ലാത്ത ആളുകൾ. അപ്പോൾ അവർ പറയുന്നൊരു വെർഷൻ, ഇതെന്തോ ഇത് ഇട്ട് വെച്ചേക്കുന്നത്, ഇത് കണ്ടു കഴിഞ്ഞാൽ ആമ്പിള്ളേർ വഴിതെറ്റത്തില്ലയോ, ഒക്കെ മറച്ച് നടക്കണ്ടേ. അങ്ങനെ മറച്ച് നടക്കാത്തതുകൊണ്ടല്ലേ ഇവിടെ സ്ത്രീ പീഡനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു വിഭാഗം. ഇതിനകത്ത് ഈ ഷെഫീന ബീബി എന്ന് പറയുന്ന ഷെഫീന ചേച്ചി റിയാക്ട് ചെയ്തത് ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്ന ആളുകളുടെ ചിന്താഗതികളിലാണ്. അതിന് നമുക്ക് തെറ്റൊന്നും പറയുന്നില്ല. ഒരാളുടെ വസ്ത്രധാരണം കാണുമ്പോഴത്തേനും ഇത് മോശമാണെന്നും ഇത് നല്ലതാണെന്നും പറയാനുള്ള പൂർണ്ണമായ അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വന്നൊരു ഫോട്ടോയ്ക്ക് സംഭവം 2023 വന്നൊരു ഫോട്ടോയാണ് ഇപ്പോൾ എടുത്ത് റിയാക്ട് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരി ഇത് കൊള്ളൂലടോ, ഇത് അഴുക്കുക, നിനക്ക് ഇച്ചിരി മാന്യമര്യാദയ്ക്ക് നടന്നൂടെ എന്ന് പറയേണ്ടതിന് പകരം പച്ചവരാതമാണ് ആ ഒരു വിഷയം അവതരിപ്പിച്ച രീതി. അവരുടെ അഭിപ്രായം അവരുടെ മാത്രം അഭിപ്രായമാണ്. പക്ഷെ അത് പ്രസൻറ്റ് ചെയ്ത രീതിയോട് ഞാൻ യോജിക്കുന്നില്ല, എനിക്കത് യോജിക്കാൻ പറ്റത്തില്ല. ഞാൻ ഭയങ്കര പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഈ ദയാസുജിത്ത് ഒരു പ്രൈവറ്റ് ഫോട്ടോഷൂട്ടാണ്, പ്രൊഫഷണലായിട്ടൊരു എന്തതിൻ്റെ പേര്, സ്റ്റുഡിയോയിൽ പോയിട്ട് ഷൂട്ട് ചെയ്തൊരു ഫോട്ടോഷൂട്ട്. അവർ ഈ ഫാഷൻ ഡിസൈനിങ്ങോ ഫാഷൻ സ്റ്റൈലിങ്ങോ അങ്ങനെ എന്താണ്ടൊക്കെയോ പഠിച്ചൊരാളാണ്. സോ അവരുടെ ഡ്രസ്സിങ് അങ്ങനെ ആയിരിക്കും, മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദയാസുജിത്തിനെ കുറിച്ചുള്ള എനിക്കൊരു യോജിപ്പില്ലായ്മ ഇവർ പലപ്പോഴും സബ്സ്ക്രൈബേഴ്സിനെ, ഫോളോവേഴ്സിനെ അവഹേളിക്കുന്ന പോലെ, പുച്ഛിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അൺഫോളോ ചെയ്തായിരുന്നു. പിന്നെ ഇപ്പോൾ കോൺട്രവേഴ്സി ആകുമ്പോൾ വീണ്ടും ഫോളോ ചെയ്ത് അതിനുള്ള പ്രസക്തി ഇല്ലല്ലോ. ഇപ്പോഴത്തെ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വസ്ത്രധാരണത്തിനെ നോക്കി ഷെഫീന ചേച്ചി അറഞ്ചാ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ഭാഗത്ത് പോലും കേട്ടിട്ടില്ലാത്ത ലെവല് ചീത്തയാണ് അങ്ങോട്ട് വിളിച്ചത്. എന്തിന് ഇമാതിരി പറച്ചിൽ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ വലിയ കോൺട്രവേഴ്സിലൊന്നും വീഴാതെ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അതെന്തോ ആട്ട്. അപ്പോൾ അവർ റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞെന്തോ, ഈ ഡ്രസ്സ് മോശമാണ്, നീ ഇതിൽ നല്ല നീ വ്യഭിചരിക്കാൻ പോകുന്നതാണ്, നിനക്ക് മഞ്ജുപ്പിള്ളക്ക് തല്ലി കൊന്നുകൂടെ എന്നൊക്കെ ഉള്ള രീതിയിൽ റിയാക്ട് ചെയ്തു. അവരുടെ ഒപ്പീനിയനോട് എനിക്ക് യോജിപ്പുമില്ല, എതിർപ്പുമില്ല. പക്ഷേ അവർ അവതരിപ്പിച്ച രീതി അല്ലെങ്കിൽ അവരുപയോഗിച്ച ഭാഷ ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ ഷെഫീന ബീവിക്ക് ഭയങ്കര നെഗറ്റീവായി. എല്ലാം പോകുന്നതിനും വരുന്നതിനും എല്ലാം ചെണ്ട എടുത്തിട്ട് ഡിങ്കിട്ട എന്ന് പറയുന്ന പോലെ ഇവർക്കിട്ട് കൊട്ടാൻ തുടങ്ങി. സ്വാഭാവികം, ഷെഫീന ബീവിക്ക് ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം ഇതിനെ കൊട്ടിഘോഷിച്ചു. ഹെയ്റ്റേഴ്സ് അല്ലാതെ ഈ വിഷയത്തിൽ ഇവർക്കെതിരെയുള്ള നിലപാടുള്ള ആളുകളുണ്ടായിരുന്നു. അവരിതിനെതിരെ സംസാരിച്ചു. മൊത്തത്തിൽ അതായത് 99 പേര് എതിർക്കുകയും ഇവർ ഇപ്പോഴും ആ വിഷയം ശരിയാണെന്ന ചിന്താഗതിയിൽ പോകുന്നത് പോലത്തെ രീതിയിലുള്ള പിന്നെ കുറേ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തെറ്റാണെന്ന് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ അത് അവരുടെ ചിന്താഗതിയാണ്, അവർ ആ ഒരു സ്റ്റൈലിലാണ് വളർന്നത്, അതായിരിക്കണം അവരുടെ ചിന്താഗതി. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേനുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യങ്ങൾ നോക്കാം. ഈ ഷെഫീന ബീവി അവർ വന്ന് ചീത്ത വിളിച്ചല്ലോ, അതിന് തിരിച്ച ആൾക്കാർ വന്ന് ഷെഫീന ബീവിയെ റിയാക്ട് ചെയ്യുന്നൊരു സാധനമുണ്ട്. ഫസ്റ്റ് ചെസ്റ്റ് നമ്പർ 1 നാഗച്ചേച്ചി പറയുന്നൊന്ന് കേൾക്കാട്ടോ. അപ്പോൾ ഹെഡ്സെറ്റ് ഇല്ലാത്തൊരു ഹെഡ്സെറ്റ് വെക്കുക, ചെവി പൊത്തുണ്ടോ ഒരു ചെവി പൊത്തുക, സ്കിപ്പ് അടിക്കേണ്ട ഒരു സ്കിപ്പ് അടിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഇതിലേ കൂടെ കയറി ഇതിലേ കൂടെ കഞ്ഞീന്ന് പോകും. അമ്മാതിരി ലാംഗ്വേജാണ് ഇവർ ഉപയോഗിച്ചേക്കുന്നത്. കേൾക്കാം. പറയും നിന്റെ 2 കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണെങ്കിൽ കുഴപ്പം.
എന്നാ പിന്നെ അവളോട് അതും കൂടെ എവിടെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, അവക്ക് ആണുങ്ങള് നിന്റെ അടുത്ത്. ഇതിനകത്ത് പ്രശ്നം എന്നാണെന്നറിയോ, ഈ വോയിസ് നമ്മൾ പ്ലേ ചെയ്യുമ്പോഴത്തേനും എന്നും പറഞ്ഞുകൊണ്ട് ബീപ്പ് സൗണ്ട് ഇടേണ്ടി വരും. രണ്ടുപേരുടെയും ഒരു സാധനവും പ്ലേ ചെയ്യാൻ പറ്റില്ല. ഞാൻ എടുത്തു വെച്ചേക്കുന്ന ക്ലിപ്പിനകത്ത് രണ്ടുപേരും, അതായത് നീ പച്ച അപരാധം പറഞ്ഞു എന്ന് അവൾ പറയുന്നത് അതേ പച്ച അപരാധത്തിലൂടെയാണ്. അപ്പോൾ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമെന്ന് എനിക്ക് പിടിയിട്ടില്ല. ഞാൻ കുറേ ദിവസങ്ങൾ കൊണ്ട് കാണുന്നു, അവർ ചെയ്തത് തെറ്റാണെന്ന് പറയുന്ന ആളുകൾ അതിനേലും വലിയ തോന്നിയ ദിവസം പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്തോന്നിത് കേൾക്കാം. വന്നൂടി ഷെബീന ബിബി തെറിയിത്താത്ത എന്ന് പറയുന്ന എനിക്ക് ഇത് തന്നെ ഞാൻ തരും. കാരണം അടച്ചിട്ട മുറിക്കാത്തിരുന്ന് തോന്നിയാസം പറയുമ്പോൾ ആലോചിക്കണം. ഇത് അടച്ചിട്ട മുറിക്കാത്തിരുന്ന് തോന്നിവാസം പറയുമ്പോൾ അവിടെ ഇരുന്ന് എന്താ പറയുന്നത് എന്തായിരുന്നു? ഇത് തോന്നിവാസമല്ലല്ലോ. അതായത് ഷെഫീന ബീവി ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അത് ചീത്തയും, മറ്റാരെങ്കിലും ഷെഫീന ബീവിയെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അത് തീർത്ഥം വാരിയെറിയലുമാണോ? അവരും ചെയ്തത് തെറ്റാണ്, നിങ്ങളും ചെയ്തത് തെറ്റാണ്. അവർ പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നത് അവരെക്കാളും വലിയ തെറിയും വിളിച്ചുകൊണ്ട്. അതെന്തൊരു ടെക്നിക്കത്? അപ്പോൾ പിന്നെ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്, നിങ്ങളുടെ നിലപാട് എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് ഷെഫീന ബീവി പറഞ്ഞത് പരിപൂർണമായിട്ടും അവരുടെ ഭാഷ തെറ്റാണ്, അവർ അവതരിപ്പിച്ച രീതി തെറ്റാണ്. അതിന് നിങ്ങൾ അവരെ പച്ചപരാധം പറയുമ്പോൾ അതിനകത്ത് എന്ത് ക്രെഡിബിലിറ്റി, അതിനകത്ത് എന്താണ് മേന്മയുള്ളത്? അതെനിക്ക് മനസ്സിലാകും. സത്യമായിട്ട് എനിക്കത് സംഭവം പിടികിട്ടുന്നില്ല. അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി കിട്ടും എന്നുള്ളത് കൊണ്ട് ചീത്ത പറയരുത്. നിങ്ങൾക്ക് അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. അപ്പം നിങ്ങൾ ചോദിക്കും നീ പറഞ്ഞോടാ, ഞാൻ പറഞ്ഞു, പക്ഷേ അതെനിക്ക് കമ്മ്യൂണിറ്റി പൈറസി വയലേഷൻ അടിച്ചു പോയി ആ വീഡിയോ. എന്തുവാണ് പറയുന്നത്? നിന്റെ രണ്ട് കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് കുഴപ്പം. വികലാംഗ വൃത്തികെട്ടവളെ നിന്റെ ഇല്ല. നിന്നെ 10 തെറി പറഞ്ഞാൽ എനിക്ക് പുണ്യമേ ആളുകൾ തരുള്ളൂ. അതാണ് പോയിന്റ്. നിന്നെ 10 തെറി പറഞ്ഞ നാട്ടുകാർ എനിക്ക് പുണ്യമേ തരത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യണം. പണ്ട് WWE റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഭയങ്കര സംഭവമായിട്ട് കണ്ടുകൊണ്ടിരുന്ന റിങ് കെട്ടുക, 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചിട്ട് അങ്ങോട്ട് തീർക്കുക. അതായിരിക്കും നല്ല മാർഗം. ഇവർ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞ രീതിയാണോ ഇത്? പക്ഷേ ചീത്ത വിളിച്ച് നിന്ന് കഴിഞ്ഞാൽ നാഗച്ചേച്ചി പിടിച്ചിരിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. നാഗച്ചേച്ചി പറയുന്നത് ഭയങ്കര സ്ലോ മോഷനില്ല. നിനക്കും നാണം മുൻപോടി എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴത്തേനും അപ്പുറത്ത് നിന്ന് 10-15 ചീത്ത വിളിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ചിൽ ചിലപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഈ എന്തോന്ന് എല്ലാവരും ഒന്നിനൊന്നും മെച്ചം, അല്ലാതെ ഇപ്പം എന്തൊന്ന് പറയട്ട്. ഈ തത്സമയം ഇനി നന്നായിട്ട് കിടന്നുകൂടും, എല്ലാവർക്കും ഇഷ്ടമാണ്. നിന്നെ ആർക്ക് വേണം കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നടാവേ വേണ്ട, മതി, നിർത്താം നമുക്ക്. അപ്പോൾ ഇതാണ് നാഗച്ചേച്ചി റിയാക്ട് ചെയ്തത്. ഈ സാധനം ഭയങ്കര വൈറലായി സാധനം. ഇതിൻ്റെ താഴെ അനവധി കമൻറ്റുകൾ വരുന്നു ഷെഫീന ബീവിക്കെതിരായിട്ട്. നാഗച്ചേച്ചി മാസ്, നാഗച്ചേച്ചി കിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ചോദിച്ചോട്ടെ, എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? നമ്മൾ രണ്ടും ഒരു ത്രാസിലെടുത്തിട്ട് തൂക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിനകത്ത് ഡിഫറൻസ്? അപ്പം നിങ്ങൾക്ക് അവരെ തിരുത്തുക എന്നുള്ളതോ അവർ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. കിട്ടിയ അവസരം നമുക്കും പറയണം എന്നാൽ അല്ലയോ? അല്ലേ? ആണ്. ഇനി ഇത് മാത്രമല്ല, ഷെഫീന ബീവിക്ക് ഒരാൾ വിളിച്ച് ഇതുപോലെ 4 പച്ചപരാധം പറഞ്ഞു. അപ്പോൾ അത് വാട്സപ്പ് കോളാണ്, പുള്ളിക്കാർ തന്നെ റെക്കോർഡ് ചെയ്തൊരു വാട്സപ്പ് കോളാണ്. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അങ്ങോട്ട് പറയുന്നത് കിട്ടത്തില്ല, സിസ്റ്റം ഓഡിയോ മാത്രമേ ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ട് പറയുന്ന ചീത്ത കേൾക്കാം, അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് കേൾക്കാം. ആണോ ഇല്ലയോ? എല്ലാ തള്ള മുതുക്കളവി കാലില്ലാത്ത വികലാങ്ക, നിനക്ക് ഇപ്പൊ ചത്തൂടടി. നീ എന്തിനാടി മഞ്ജുപ്പിള്ള ചേച്ചീന്റെ മോളെ പറ്റിട്ട് അനാവശ്യം പറയാ? നീ എന്താടി മഞ്ജുപ്പിള്ള ചേച്ചിയുടെ മോളെ പറ്റി അനാവശ്യം പറഞ്ഞത്? അപ്പോൾ താങ്കൾ എന്താണ് ഇവിടെ മുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് ആ ടെക്നോളജി തന്നെ എനിക്ക് മനസ്സിലാകാത്തത്. ഞാനൊരിക്കലും ഷെഫീന ചേച്ചി പറഞ്ഞ ലാംഗ്വേജ് ശരിയാണെന്നോ അവരത് അവതരിപ്പിച്ച രീതി ശരിയാണെന്നോ ഞാൻ പറയുന്നതേ ഇല്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുകയോ ചെയ്യില്ലേ. ഞാൻ പുള്ളിക്കാരിയുടെ സൈഡല്ല, ഈ ഒരു വിഷയത്തിൽ ഞാൻ പുള്ളിക്കാരിയുടെ സൈഡല്ല. എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല. പക്ഷേ എനിക്കിതിനകത്ത് തോന്നിയൊരു പ്രശ്നം, നീ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നത് അല്ല. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഒരുത്തം വന്നിട്ട് പറയാ, എടാ മൈ മോനെ നീ എന്തരാടാ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വേറെ പറയാ, എടാ മൈ മോനെ എന്ന് വിളിക്കുന്നത് തെറ്റല്ലടാ, മൈ താണ്ടി മോനെ എന്ന് പറയുന്നൊരു സാധനമാണ് ഇത് ചെയ്തത്.
അതെന്തൊരു ടെക്നോളജിയാണെന്ന് എനിക്ക് എനിക്ക് മലന്നും തിരിഞ്ഞും കമന്നും കുനിഞ്ഞും കിടന്ന് ഞാൻ ആലോചിച്ചു. എനിക്ക് സംഭവം പിടികിട്ടുന്നില്ല. മഞ്ജു പിള്ളയുടെ മോളെ അപരാധം പറഞ്ഞു, അതിന് യവരെ വിളിച്ച് അതിനേലും വലിയ അപരാധം പറയുന്നു. കൊള്ളാം, നൈസ്, ഇൻട്രസ്റ്റിംഗ്. ഇതിൽ യോഗ്യതയാ, അവിടെ പിടിക്കണം ഇവിടെ പിടിക്കണം, നിനക്കിപ്പോ ചത്തൂടെ? നീ എന്നെ ഭൂമിയിൽ ഭാര്യമായിട്ട് നിൽക്കണ ശവമേ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഈ ചേച്ചിക്കൊരു റിയാക്ഷൻ ചാനൽ ഉണ്ടെങ്കിൽ ഷെഫീന ബീവിക്ക് മേളിൽ പോയനെ. ചേച്ചി ആയാലും നാഗച്ചേച്ചി ഓൾറെഡി മേളിലാണല്ലോ, അപ്പോൾ മേളിൽ പോയനെ. അത്രയ്ക്ക് നല്ല ഭാഷാശുദ്ധി, സ്വരശുദ്ധി, കണ്ടന്റുകളുടെ ഒരു ഷാർപ്പനിങ് ഒക്കെ ചേച്ചിക്കുണ്ട്. എന്നിട്ട് ഇട്ടേക്കുന്ന വാൾ DP ബഹുത്ത് ബെട അച്ഛാ ഹേ. നിനക്കൊന്നും ഇങ്ങനെ പോരെ, നിന്നെല്ലാം ഏറിലിട്ട് പറപ്പിക്കണം. നിനക്ക് കുട്ടികളുണ്ട്, നിന്റെ മക്കളെ പറ്റി നീ ഇങ്ങനെ പറയോ? നിനക്ക് എന്താ പറഞ്ഞേ, ഇന്ത്യ ഇതില് ആർക്കും എന്തും പറയാതാ? അത് വിചാരിച്ച് നീ നിന്റെ മോളെയും നിന്റെ മോന്റെ ഭാര്യനെ നിന്റെ അനിയത്തിനെ ഇങ്ങനെ പറയോ? പറയോടി. ഇന്ത്യയിലെ ഒരു പൗരന് മീൻസ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഷെഫീന ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഈ പറയുന്നത് ഇന്ത്യയിൽ ആർക്ക് എന്തോ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിട്ട് പച്ച പരമാസം മോനെ നിനക്കിത് പറയാമോ? ഇതിൽ ആരാ ശരി, ആരാണ് ഇതിനകത്ത്? ഇത് ആരുടെ പക്ഷത്ത് നമുക്ക് നിൽക്കാൻ പറ്റും? നിങ്ങൾ പറയും, എന്നെ കാണുന്ന ഓഡിയൻസ് പറയും. ഷെഫീന ബീവിയുടെ പക്ഷത്ത് നമ്മൾ നിൽക്കുമോ? ഷെഫീന ബീവിയെ ചീത്ത വിളിക്കുന്ന മറ്റുള്ളവരുടെ ഭാഗത്ത് നിൽക്കുമോ? ഷെഫീന ബീവിയെ മാന്യമായിട്ട് റിയാക്ട് ചെയ്യുന്നവരെ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം, ഫൈൻ, അവരവരുടെ ഒപ്പീനിയൻ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ഇത് ആരാന്നെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആരാ ഇതിനകത്ത് കൂടുതൽ കറക്റ്റ് എന്നുള്ള സാധനം? ബാക്കിയാക്കാം. ഇൻട്രസ്റ്റിംഗ്. ഇനി മേലാല് ചേച്ചീന്റെ മോളെ പറ്റി എന്തേ പറഞ്ഞാണ്ടല്ലോ ഞങ്ങൾ അപ്പോഴും അവർക്ക് പ്രശ്നം ഷെഫീന ബീവി അവതരിപ്പിച്ച രീതിയോ പറഞ്ഞ ഭാഷയോ അല്ല. മഞ്ജു ചേച്ചിയുടെ മകളെ പറഞ്ഞാലുണ്ടല്ലോ, മറ്റൊരാളെ പറഞ്ഞിരുന്നെങ്കിലോ കുഴപ്പമില്ലായിരുന്നല്ലേ? മഞ്ജു ചേച്ചിയുടെ മകൾ വലിയ സെലിബ്രിറ്റി അല്ലേ? ഓക്കെ, ബാക്കി ഞാൻ പ്ലേ ചെയ്യുന്നില്ല. പച്ച അവരാതൊക്കെയാണ് ഇതിനകത്ത് വിളിച്ചു പറയുന്നത്. മഞ്ജു ചേച്ചി ഓൾറെഡി മകൾക്ക് സപ്പോർട്ടുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മഞ്ജു ചേച്ചി ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പീപ്പിൾ സീ മൈ ഡോട്ടർ, ഐ സീ മൈ വോൾ ഹോർട്ട് അല്ല ഹോൾ എന്തോ വാക്കിംഗ് അറൗണ്ട് മൈ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇനിയാണ് എനിക്ക് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഒരാൾ എന്ത് വസ്ത്രം ഇടണമെന്നുള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. പക്ഷേ അവർ അല്പം ഹോട്ടായിട്ടുള്ള സെക്സി ആയിട്ടുള്ള കുറച്ച് ന്യൂഡിറ്റി കാണിക്കുന്നത് തന്നെ വെച്ചോ, അങ്ങനത്തെ ഒരു ഫോട്ടോ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വസ്ത്രം ഇട്ട് കഴിയുമ്പോൾ അവരെ കാണുന്ന ആളുകൾ അവർ ചിന്തിക്കുന്ന അതേ ആശയത്തിലൂടെ ചിന്തിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരാൾ ഫോർ എക്സാമ്പിൾ ആ എ എന്ന് പറയുന്ന വ്യക്തി സ്വല്പം ഹോട്ടായിട്ടൊരു ഫോട്ടോ ഇട്ടിട്ട് വരുമ്പോൾ ബി എന്ന് പറയുന്നൊരു വ്യക്തി കണ്ടിട്ട് ചിലപ്പോൾ പറയും, കൊള്ളാം, നല്ല ചേരുന്നുണ്ടല്ലേ, നല്ല മോഡേൺ ഡ്രസ്സ്, ഹോട്ടായിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയാം. അതേസമയം സി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി പറയും, എന്തു തുണിയാ മോളെ ഇട്ടേക്കുന്നേ, ഇത് എന്തിനാ നീനത്തെ തുണി, എവിടെ എൻ്റെ തുണി എന്തിയേ എന്നും പറയാം. അത് കാണുന്നവരുടെ പേഴ്സ്പെക്റ്റീവാണ്. നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യൂട്യൂബിനകത്ത് കമൻട്രി ആൻഡ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയാം. അഭിപ്രായം പറയുമ്പോഴത്തേനും നമ്മൾ സഭ്യമായ ഭാഷയിൽ മര്യാദക്കുള്ള രീതിയിൽ പോട്ട് സർക്കാസോ ട്രോളോ ആയപ്പോലും കുഴപ്പമില്ല നമ്മൾ അവതരിപ്പിക്കേണ്ട ഒരു ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വെച്ചോട്ടെ. ഷെഫീന ചേച്ചി ഇങ്ങനൊരു വീഡിയോ ചെയ്തു. നിൻ്റെ അച്ഛൻ്റെ മുന്നിൽ പോയി നിൽക്കൂടി, ബസ്സിൽ കയറിട്ടടി, ആണുങ്ങൾ കാണട്ടടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തു. കേസായി എന്നൊക്കെ. ഷെഫീന ചേച്ചി എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവരുടെ ഒപ്പീനിയൻ എനിക്കറിയത്തില്ല. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം വരെ ഞാനൊരു അമ്മയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞാന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഈ വീഡിയോ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഷെഫീന ചേച്ചിക്ക് എങ്ങനെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇത് കാണുന്ന ഒരു നിയമപാലകനോ ഒരു വക്കീലിനോ ഒരു ജഡ്ജിനോ ഇതിനകത്ത് ഷെഫീന ചേച്ചി ഉപയോഗിച്ച രീതി അല്ലെങ്കിൽ ആ വീഡിയോ അവതരിപ്പിച്ച രീതി ശരിയാണെന്ന് തോന്നുമെന്ന് അവർക്ക് എനിക്കറിയാൻ പാടില്ല. അതെങ്ങനെ അങ്ങനെ ഒരു ലാംഗ്വേജിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെ എങ്ങനെ അവതരിപ്പിച്ചു എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അത് പറഞ്ഞ രീതി എൻ്റെ പൊന്നടാവേ എടുത്ത് റിയാക്ട് ചെയ്യാൻ പറ്റൂല. അത് എങ്ങനെ കേൾപ്പിക്കും ഇത്? ഇപ്പം നിങ്ങൾ ഇതിനു മുമ്പ് ഈ വീഡിയോ തന്നെ കേട്ടിട്ടുണ്ടാവും, ബീപ്പിടാൻ മാത്രമേ സമയമുള്ളൂ. നമുക്ക് ഇതേ സാധനം ഫോർ എക്സാമ്പിൾ ഇതേ സാധനം തിരിച്ചാണ് പറഞ്ഞതെന്ന് വെക്കുക. ഷെഫീന ബീബി നീ തട്ടപ്പെടുന്നുണ്ടോ? നീ അന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ നാട്ടിൽ ആദ്യം ചുരിദാർ ഇട്ടോ നീയാണ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ചുരിദാർ ഇട്ടോ നീയാണെന്ന്, നിന്നോട് ആര് പറഞ്ഞു ചുരിദാർ ഇടാം, നീ പോയി പുറത്ത് ഇട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് താങ്കൾക്ക് ഫീൽ ആവില്ലേ? അത്രേ ഉള്ളൂ സംഭവം.
അതേപോലെ തന്നെ മറ്റുള്ളവരെ പറയുമ്പോഴും അതിനൊരു ഒരു ലൈൻ ഓഫ് എന്താ പറയുക, മാന്യതയുടെ ഒരു വര ചാർത്തണ്ടേ. ഇത് എനിക്ക് എൻ്റെ പൊന്നടാവ്, ഇത് ഞാൻ മാറിയും തിരിഞ്ഞു വരുന്ന ആലോചിച്ചത് എങ്ങനെ റിയാക്ട് ചെയ്യും, ഇതെന്തെന്ന് പറഞ്ഞ് ഇതെങ്ങനെ എടുത്തിട്ട് റിയാക്ട് ചെയ്യും. ചുമ്മാ ഒന്ന് ഒപ്പീനിയൻ പറയാനേ പറ്റത്തുള്ളൂ. ഒപ്പീനിയൻ പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഒപ്പീനിയൻ, ഒരു പെൺകുട്ടി ഏത് വസ്ത്രം ഇടണമെന്നുള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അവർ ആ വസ്ത്രം ഇട്ട് കഴിയുമ്പോൾ കാണുന്ന എല്ലാവരും അവർ ചിന്തിക്കുന്ന അതേ രീതിയിലൂടെ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അല്പം സെക്സി ആയിട്ട് ഹോട്ടായിട്ടൊരു വീഡിയോ ഇടുമ്പോഴത്തേനും അല്ലെങ്കിൽ ഫോട്ടോ ഇടുമ്പോഴത്തേനും അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങനത്തെ ഒരു വസ്ത്രം ധരിച്ചിറങ്ങുമ്പോഴത്തേനും ആളുകൾ കാണുന്ന പല കണ്ണിലായിരിക്കും. അത് ഒരിക്കലും വസ്ത്രം ഇട്ടവരുടെയും തെറ്റില്ല, അത് കാണുന്നവരുടെ മാനസിക പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ അവർ വളർന്നു വന്ന രീതികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എത്തിക്സോ അല്ലെങ്കിൽ അവരുടെ പല ചിന്താഗതികൾ കൊണ്ടായിരിക്കാം. അത് നമ്മൾ അതേ സെൻസിൽ തന്നെ കാണണമെന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതെന്തോ സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രവേഴ്സി നടക്കുന്നതിനകത്ത് ഒരു ത്രില്ല് വേണ്ടേ? നമുക്കിത് കാണുമ്പോഴത്തേനും റിയാക്ട് ചെയ്യാനൊക്കെ നമുക്കൊരു ഇത് തെറിവിളി. വീണ്ടും സോറി, കൊടുങ്ങല്ലൂർ ഭാഷ മാറി നിൽക്കും, അമ്മാതിരി തെറി വിളിക്കുന്നു. എന്തൊരു തെറി ഇത്! കേരളത്തിൽ ഇതിനും വേണ്ടി തെറിവാക്കുകളുണ്ടായിരുന്നു. എൻ്റെ പൊന്നിടാവേ, ഫോൺ എടുത്ത് തുറന്നു കഴിഞ്ഞാൽ ആദ്യം മലരല്ലിത് മാടലോടക ഒട്ടകമയ, അടുത്ത സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേനും പച്ചപ്പ്. എന്താ ഇത്? ഈ സാധനം ഞാൻ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് എനിക്കിത് പ്രൈവസി വയലേഷനും ആഡ് സൂട്ടബിലിറ്റി ഒക്കെ അടിച്ച്, നിങ്ങൾക്കൊന്നും എന്തൊരിത് അടിക്കാത്തേ? എനിക്കിത് ഒരു പിടിയും കിട്ടുന്നില്ല. ഏതായാലും എൻ്റെ ഒപ്പീനിയൻ ഇതാണ്. ഷെഫീന ചേച്ചിക്ക് അവരുടെ അഭിപ്രായം പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അവർക്ക് അവരുടെ അഭിപ്രായം പറയായിരുന്നു, അവരുടെ അഭിപ്രായം പറഞ്ഞു. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ കൂടെ വന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ അത് അവതരിപ്പിച്ച രീതി ശരിയായിട്ടില്ല എന്നൊരു സാധനം എനിക്കുണ്ട്. അത് കുറച്ചും കൂടെ സഭ്യമായ രീതിയിൽ പറയായിരുന്നു, അല്ലെങ്കിൽ സഭ്യമല്ലാത്ത രീതിയിലും പറയായിരുന്നു. പക്ഷേ പച്ചവരതം വിളിച്ച് പറഞ്ഞതുപോലൊരു ഫീൽ എനിക്കുണ്ടായി. അതിന് ആ കൊച്ച് ദിയ വന്ന് റിയാക്ട് ചെയ്ത രീതി കൊള്ളായിരുന്നു, നൈസ്. അത് യാതൊരു അത് ഈ സ്വാഭാവികമായും നമ്മളെ വന്നൊരുത്തും ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പച്ചത്തെറ് തിരിച്ച് വിളിക്കും. ആ കൊച്ചത് ചെയ്തില്ല. അവിടെ ആ കൊച്ചതിൻ്റെ ക്വാളിറ്റി പ്രൂവ് ചെയ്ത് അതിനുശേഷം പക്ഷേ ഇവരെ ചീത്ത വിളിക്കുന്നതൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ നാഗച്ചേച്ചി വിളിച്ചതൊക്കെ ദയാസുജിത്ത് റീഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വിളിക്കാനുള്ള തെറി വിളിച്ചോ എന്ന് പറയുന്നുണ്ട്. ആ ദേഷ്യം സ്വാഭാവികമാണ്, നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവർ വിളിച്ച തെറി ഇത് തെറ്റാണെന്ന് കാണിക്കാൻ അതിലും വലിയ തെറ്റുകൊണ്ട് ഇവിടെ യുദ്ധം തിന്മയും തമ്മിലാണ്. ഞാൻ നന്മയോടെ ഞാൻ നമ്മുടെ ആരുടെ സൈഡ് നിൽക്കും? ഒരാടെ സൈഡ് നിൽക്കാൻ പറ്റത്തില്ല. മാന്യമായിട്ട് റിയാക്ട് ചെയ്തവർ ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ആ സാധനത്തോട് ഞാൻ യോജിക്കുന്നു. അല്ലാതെ ഇവരെ ചീത്ത വിളിച്ചു പിന്നെ നമുക്ക് 4 ചീത്തയങ്ങ് പറഞ്ഞേക്കാം, അതായതിലൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഇതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു വീട്ടാണ് വരെ.